വിശ്വാസത്തോടുകൂടി നമ്മളെ ഈ അമ്പലത്തിൽ എൻ്റെ പ്രിയ സുഹൃത്ത് എൻ്റെ കോളേജിൽ എൻ്റെ കൂടെ പഠിച്ച രാജേഷാണ് ഈ പ്രോഗ്രാം ഇന്ന് ഇവിടെ ഈ അമ്പല കമ്മിറ്റിയിൽ പറഞ്ഞ് ഇവിടെ നടത്തിച്ചത്. ഇതിന് ഒരു വർഷം മുൻപ് കഴിഞ്ഞ വർഷം നമ്മുടെ ഞാങ്ങട ക്ഷേത്രത്തിൽ നമ്മുടെ സതീഷേട്ടൻ മില്ല് നടത്തുന്ന പൊടിക്ക മില്ല് നടക്കുന്ന സതീഷേട്ടൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. അപ്പോൾ അവിടെ കണ്ട പല ആൾക്കാരും ഇവിടെ ഉണ്ടാകും എന്ന് എനിക്കറിയാമെങ്കിലും അതെല്ലാം മറന്നേക്കും നമുക്കൊരു പുതിയ രീതിയിലേക്ക് തന്നെ പോകാമെന്ന വിശ്വാസം കൂടി. ഏതൊരു വാഹനം ഓടിക്കണമെങ്കിലും എന്ത് വേണം? ലൈസൻസ്. അത് ഞാൻ പോലീസായിട്ട് പറയുന്നത്. അല്ലാതെ എന്ത് വേണം വണ്ടിക്ക്? ഹെൽമെറ്റ്. ഭയങ്കര അറിവുള്ളവരല്ല. അപ്പൊ ഏതായാലും ഹെൽമെറ്റ് വേണം, നിർബന്ധമാണ്. അതുകൂടെ വണ്ടിക്കകത്ത് എന്ത് വേണം? വണ്ടി വേണം. വണ്ടി ഉണ്ട്. വണ്ടിക്കകത്ത് എന്ത് വേണം? പെട്രോൾ. അപ്പൊ ഞങ്ങളുടെ ഈ പ്രോഗ്രാം, എന്റെ ഈ പ്രോഗ്രാമിന്റെ വിജയം നിങ്ങളുടെ പെട്രോളാണ്. നിങ്ങളുടെ പെട്രോൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൈഡിയാണ്. ഒരു കൈഡി കൂടെ പ്ലീസ്. താങ്ക് യു. ഞാൻ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ഒരുപാട് പോലീസുകാർ കൂട്ടുകാരുണ്ട് ഇവിടെ. മാവടി സ്മെല്ലനുണ്ട്, മാവടി സുരക്ഷനുണ്ട് ഇവിടെ. അപ്പോൾ ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളും എന്നെ ഒരു പോലീസുകാരനായിട്ട് കാണാതെ ഒരു കലാകാരനായിട്ട് കണ്ടുകൊണ്ട് അത് ഡ്യൂട്ടിക്ക് വരുമ്പോൾ പത്തനംതിട്ട വഴി വന്നാൽ ഹെൽമെറ്റ് വെച്ചുകൊണ്ടേ വരാവും. അല്ലാതെ എന്തെങ്കിലും രീതിയിൽ ഞാൻ വ്യതിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ സമയത്ത് മാറ്റിക്കൊണ്ട് എല്ലാവരും നിയമം പാലിക്കുന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് ഏവർക്കും ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ അവിടെ വന്നപ്പോൾ സാധാരണ വൺമാൻ ഷോ അവതരിപ്പിക്കുന്ന ഒരാൾ മാത്രമാണല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വൺമാൻ ഷോ എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രം ചെയ്യുന്ന ഷോയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ രാജേഷ് പറഞ്ഞ് കളിയാ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഇവിടെ ഒന്ന് ചേർക്കാൻ പറ്റുമോ ചേർക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും തിരുവനന്തപുരം സാഗരയിൽ പാടുന്ന അടിപൊളി ഗായിക, പ്രിയപ്പെട്ട നിങ്ങളെ അടുത്ത സ്വദേശം കൊട്ടാരക്കരയിൽ നിന്നുള്ള പ്രിയപ്പെട്ട സൂര്യ പ്രൊഫഷണൽ സിംഗറാണ്. നിരവധി സാഗര ഭാഷണങ്ങൾ ഒരുപാട് ഗാനമേള സമിതികളിലൂടെ പാടി ആൾക്കാരെ ഞെട്ടിച്ച ആ ഗായികയെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം, നല്ലൊരു കഴിവ് സ്വാഗതം ചെയ്യാം. സൂര്യ, ഇത് ക്ഷേത്രമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഭക്തിഗാനത്തോട് കൂടി തുടങ്ങാം അല്ലേ? അപ്പൊ അത് ഏത് ഭക്തിഗാനമാണ് ഇടാൻ പോകുന്നത്? തീർച്ചയായിട്ടും മണ്ഡലകാലമാണ്. ശ്രീ ധർമ്മശാസ്താവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടുള്ള ആദ്യ ഭക്തിഗാനത്തോടുകൂടി നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാം. കയ്യടി മുടങ്ങരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ പ്രോഗ്രാം വിജയിക്കും. അപ്പൊ ഓക്കെ അല്ലേ സൂര്യ? പ്ലീസ്. കൊള്ളത്തില്ലെങ്കിൽ പൂവത്തില്ല എന്നെനിക്കറിയാം. കാരണം എക്കാലവും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ലവരാണ് ഈ ആറ്റുവാശ്ശേരിയിലുള്ളതെന്ന് എനിക്ക് ഞാങ്കടയിൽ വന്നപ്പോഴേ മനസ്സിലായി. അതുകൊണ്ട് കലാകാരന്മാരെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഈ വലിയ നാടിന് നല്ല ഒരു സല്യൂട്ട് തന്നുകൊണ്ട് ഞാൻ ചില സിനിമാ താരങ്ങളെ കുറച്ച് താരങ്ങളിൽ നിന്ന് അവതരിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും മലയാള സിനിമയിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ശ്രീ MS തൃപ്പൂണിത്തുറ. തുടങ്ങിയ മേഖലയിലൂടെ ശ്രദ്ധേയനായ ശ്രീ ബാലചന്ദ്രൻ. കൂടാ ഞാനിവന്റെ കുടിനിക്കുടി വേനൽ സമയത്ത് മാവിന്റെ ചൊല്ലിക്കുലി കുടയും മാവെന്ന് പറഞ്ഞാൽ മൂവാണ്ടൻ മാങ്ങ, ഇളിച്ചുണ്ടൻ മാങ്ങ, നാരങ്ങ മാങ്ങ, കുടയും പഴുത്ത മാങ്ങയ്ക്കൊരു മണമുണ്ട് കേട്ടോ. താങ്ക് യു. ഈ അടുത്തിടയ്ക്ക് നമ്മുടെ വീട്ടിലേക്ക് പോയ കോഴിക്കോട് ശൈലിയിലൂടെ മലയാള സിനിമയിലെത്തിയ ശ്രീ മാമുക്കോയ. നമ്മളെ കൊണ്ട് പറ്റില്ല. ആളുകളുടെ കല്യാണം, മറ്റൊരാളുടെ കല്യാണം വിളിക്കാനുള്ള പറ്റില്ലല്ലോ. ഉമ്മാന്റെ തലക്കടിച്ചു അല്ലോ തെക്കേലെ കാതലിക്ക കടപ്പിലായി ഉമ്മാന്റെ തലക്കടിച്ചു. ഗുഡ് ബൈ. താങ്ക് യു. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വേർപാട്. പത്തനംതിട്ട ജില്ലക്കാരനാണ് ഞാനും. ഇത് കൊല്ലം ജില്ലയാണ്. എനിക്കറിയാം, ജില്ല പറഞ്ഞ് ഞാൻ പറയുകയല്ല.
അവിടെ നിന്ന് മലയാള സിനിമയ്ക്ക് കിട്ടിയ നല്ലൊരു നായക വേഷം ഉണ്ടായിരുന്നു. നായക പരിവേഷവും എല്ലാം അണിഞ്ഞ MG സോമൻ ചേട്ടൻ. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ചെയ്ത ലേലം എന്ന ഹിറ്റ് ചിത്രത്തിലെ ഒരു ഡയലോഗാണ് ശ്രീ MG സോമൻ. നേരെ തിരുമേനി, ഇപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. കണ്ണൂർ വെച്ച് എൻ്റെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിൽ കണ്ട് തുണ്ടമാക്കിയിട്ട് എൻ്റെ അപ്പൻ ജയിലിൽ പോകുമ്പോ എനിക്ക് 9 വയസ്സ്. 11ാമത്തെ വയസ്സിൽ അപ്പച്ചൻ കിടക്കുന്ന ഇടതുഭാഗത്ത് അമ്മച്ചിയെ പൊളിച്ചു മൂടി മീനച്ചെല്ലാറ് നീന്തി കിടന്ന് കാട്ടി കളവാട്ട് തുടങ്ങുമ്പോ ഇന്നത്തെ ഈ മധ്യരാജാവിന് ചക്കുരവും കുടവും കൊള്ളിലും വാങ്ങാനുള്ള കാശ് തന്നത് പള്ളി പട്ടക്കാരുമല്ല, അങ്ങാടി തെണ്ടിപ്പറക്കാൻ നടന്നൊരു അമ്മച്ചിയാണ്. ഒരു മുഴുവ്രാന്തി. അവരോടുള്ള സ്മരണയ്ക്കാവിതാവ് ഇന്ന് എന്റെ വീടിന്റെ മുന്നിൽ നടക്കുന്ന അന്നദാനം. വരട്ടോ തിരുമേനി. ഒരു കാലഘട്ടത്തിൽ വില്ലനായിട്ട് കടന്നു വന്ന പിന്നീട് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കൊമേഡിയനായി മാറിയ ശ്രീ ജനാർദ്ദനൻ. അയ്യോ എന്ത് അവത്ത് എന്റെ പേര് തമ്പി, എന്റെ ചിഹ്നം തുമ്പി. ഞാൻ ജയിച്ചാൽ MP, ഞാൻ തോറ്റാൽ അടുത്ത മലയാള സിനിമയിൽ നമ്മൾ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം സിദ്ദിഖ് എന്ന് പറയുന്ന വലിയൊരു നടൻ. ഇപ്പോൾ അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്നു അല്ലേ? പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോൾ ചെറിയ കേസിൽപ്പെട്ട് അകത്ത് പോയില്ല, ജാമ്യം കിട്ടി. അദ്ദേഹത്തിന്റെ ചെയ്യാത്ത കുറ്റം അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നതും ആയിക്കോട്ടെ, ആ മനുഷ്യനെ ആദ്യകാലത്തൊക്കെ നമുക്കറിയാം ഗോഡ് ഫാദർ സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ സിദ്ദിഖേട്ടന്റെ ഒരു വേറൊരു ടോണായിരുന്നു അല്ലേ? അമ്മച്ചിക്കൊക്കെ എന്ത് പറഞ്ഞാലും ആനയുടെ പുറം നടക്കുക. ഈ ഒരു സ്പീഡിൽ പറയുന്ന സിദ്ദിഖ് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഹിറ്റ് രാവണപ്രഭുവിന് ശേഷം ഇങ്ങോട്ട് അദ്ദേഹം വളരെ എന്താ പറയണ്ട ഗാംഭീര്യത്തോടുകൂടി വെറൈറ്റി ആയിട്ട് പറയുന്ന ഒരു വോയിസ് ആണ്, വ്യത്യസ്തമായിട്ട്. അപ്പം അദ്ദേഹത്തിന്റെ വോയിസിലേക്ക് നമുക്ക് കടന്നെല്ലാം. സിദ്ദിഖ് രാവണപ്രഭു എന്ന ഹിറ്റ് ചിത്രത്തിലൂടെ ഡയലോഗുമായി സിദ്ദിഖ്. ഒരുപാട് ഞാൻ മനസ്സിലാക്കുന്നു ജനകി. ലൈഫില് അല്ലെങ്കിൽ ടീനേജിൽ നീ കൊണ്ടുവന്ന ഡിപ്റ്റേഷൻ മുഖം കൂട്ടിക്കൊണ്ട് ചിരിത്തെല്ലാം ഞാൻ തയ്യാറാണ്. പഠവൻ കാർത്തികേയൻ നാളെ ഒരിക്കൽ ഇല്ല പോകുന്ന ചരക്കിനെ ഞാൻ കുറച്ചു നാളെ കൊണ്ടു നടന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ചുമ്മാതെ ചിരിച്ചാൽ ശ്രീനിവാസൻ വലിയ പുണ്യാത്മാവൊന്നുമല്ല. ഞാനൊരു പോലീസ് ഓഫീസറാണ്. അടുത്തായിട്ട് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നമ്മുടെ സുരേഷ് സാർ MP, ഇപ്പോൾ മന്ത്രി എല്ലാമായ സുരേഷിന്റെ ഒരു 2 വോയിസ് ഞാൻ ചെയ്യും. അദ്ദേഹം സിനിമയിലെ ആദ്യകാലത്തുണ്ടായിരുന്ന ഒരു വോയിസും ശേഷം ഇപ്പൊ MP ഒക്കെ അതിന് മുൻപ് കുറച്ചുനാൾ സിനിമയൊന്നും ഇല്ലാതിരുന്ന കാലത്ത് പറഞ്ഞ ഒരു ഡയലോഗുമാണ്, വ്യത്യസ്തമാണ്. അപ്പൊ ആദ്യമായി സുരേഷിന്റെ ആ സിനിമയിലേക്കുള്ള ഡയലോഗിലേക്ക് പോവാം. എന്റെ അപ്പനെ പിന്നിൽ നിന്ന് കുത്തിമലർത്തിയത് ഈ കൂട്ടത്തിൽ ഏത് തന്തയ്ക്ക് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ആനക്കാട്ടിൽ ഈ പണ്ട് ചോര കൊണ്ട് കിടച്ച ഏത് മോണെങ്കിലും അവനെ പ്രതിക്കൂട്ടി കൈക്കുള്ള വിശേഷിക്കുന്നതും ചാക്കോച്ചായിരിക്കും. ചാക്കോച്ച് നേരിട്ട് അതുപോലെ ഇതേ സുരേഷേട്ടൻ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ മന്ത്രി MP കാണുമ്പോൾ അദ്ദേഹത്തിന് വളരെ വ്യത്യസ്തമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഒരു ഇന്റർവ്യൂവിനാണ്, സിനിമയൊന്നും ഇല്ലാതിരുന്ന കാലത്ത്, എനിക്ക് സിനിമയൊന്നും ഇല്ലാതിരുന്ന കാലത്ത് എന്റെ രാധിക അടുപ്പിൽ തീ ഓതിയാണ് കത്തിച്ചത്. എനിക്ക് വേണം ഈ തൃശ്ശൂർ. ഈ തൃശ്ശൂർ ഞാൻ എടുക്കും. ഇത് തന്നാൽ ഇവിടെ ഇരിക്കും. ബൈ, ഗുഡ് ബൈ, താങ്ക് യു. ഈ സിനിമ നടന്മാരുടെ അനുകരണങ്ങളൊക്കെ ഇപ്പം ഏകദേശം എല്ലാവരും നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനും കൂടുതലായിട്ട് നടന്മാരെ ചെയ്യുന്നില്ല. എങ്കിലും അടുത്ത ഒരു നടന്റെ കൂടെ ഞാൻ ചെയ്തതിന് ശേഷം അപ്പൊ സിനിമ മാറ്റാത്ത നല്ലൊരു പാട്ടുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഈ 1 man ഷോയിലേക്ക് കിടക്കാം, ഗെയിം ഷോയിലേക്ക് കിടക്കാം. അപ്പൊ അതിന് നിങ്ങളുടെ സഹകരണം എനിക്ക് വേണം. അപ്പൊ എന്നെ കണ്ട ഒരു സിനിമ നടന്റെ ലുക്കുണ്ട്, ഏതാണെന്ന് പറയാം. കോട്ടയം നസീർ ഉണ്ട് ചെറുതായിട്ട്. അത് കറക്റ്റ്. കൊച്ചിൻ കനീഫ. ഞാൻ കൊച്ചിൻ കനീഫയുടെ രൂപവും ഭാവം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പ്രേമിച്ച് ചീപ്പെടുത്തില്ല.
ചെയ്യപ്പെടുന്നത്. അപ്പോൾ കൊച്ചിൻ ഖലീഫ എന്ന് ഞാൻ സാബു നാരായണൻ എന്നാണ് എൻ്റെ പേര്. സാബു നാരായണൻ എന്ന് ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള ഒരു സാധനമാണ് കൊച്ചിൻ ഖലീഫ. ഏകദേശം 1.6 മില്യൺ ഒക്കെ അടിച്ച ഒരു വീഡിയോസാണ് ഞാൻ കൊച്ചിൻ ഖലീഫയോട് ഫിഗർ ചെയ്യുന്നത്. അപ്പോൾ ആ ഫിഗർ ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിനെ ഞാൻ നിങ്ങളുടെ മുന്നിൽ അനുകരിക്കുകയാണ്. രൂപവും ഭാവവും സി കൊച്ചിൻ ഖലീഫ. Atlanta Utamati. Barima de Rakuti Fu. Yakuda Utamati. Diana, correcto. Thank you. നമ്മുടെ ഈ ചാനലിലും മറ്റുമെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ തിരികെ വ്യത്യസ്തമായി നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് മീശയൊക്കെ വരച്ച് അദ്ദേഹത്തിന്റെ ആ ശൈലി ചെയ്യെങ്കിൽ മാത്രമേ ആ സംഭവം നമുക്ക് ഫുള്ളായിട്ട് എത്തിക്കത്തുള്ളൂ. അതുകൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരണം ഏകദേശം ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ശേഷം നമ്മൾ കാണിച്ചു